ഒത്തിരി പേര് നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, എങ്ങനെയാണ് PSCയുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക എന്നുള്ളത്. ധാരാളം പേർക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പുതുതായിട്ട് PSC എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് എങ്ങനെയാണ് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കുക എന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അറിയുന്നവർ ഇത് കാണണമെന്ന് യാതൊരു നിർബന്ധമില്ല. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ അവരിലേക്ക് കൊണ്ട് ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മുടെ PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈൽ ആയിട്ടുള്ള tulasi.psc.gov.in എന്ന് പറയുന്ന ആ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ലോഗിൻ ചെയ്യണം. അവിടെ നിങ്ങൾ യൂസർ ID കൊടുക്കുന്നു, പാസ്വേഡ് കൊടുക്കുന്നു, പിന്നീട് ആക്സസ് കോഡ് എന്താണോ അവിടെ കാണിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ഇമെയിൽ ID ഈ ഒരു ഭാഗത്തും ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരിക്കും. അതിനുശേഷം സെൻഡ് OTP എന്ന് പറയുന്ന ഈ ഒരു ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്കൊരു OTP വരുന്നതായിരിക്കും. OTP വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോം പേജ് തുറന്നു വരുന്നതായിരിക്കും. അതായത് വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിലെ ഹോം പേജ് തുറന്നു വരുന്നതായിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇത് താഴോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു ഭാഗത്താണ് നമ്മുടെ ഹോൾ ടിക്കറ്റുകൾ ഉണ്ടാവുക. ശ്രദ്ധിക്കുക, ഈ ഒരു അഡ്മിഷൻ ടിക്കറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും ഹോൾ ടിക്കറ്റ് ഉണ്ടായിരിക്കുക. അപ്പൊ അവിടെ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വർഷങ്ങളിലെയും ഉള്ള, അതായത് ഇപ്പൊ 2025, 2024, 2023 അങ്ങനെ ഓരോ വർഷങ്ങളുടെ ടാബുകൾ കാണാം. അപ്പൊ 2025 ഓൾറെഡി അത് വന്നിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓരോ പരീക്ഷയുടെയും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള പരീക്ഷകളുടെ ഹോൾ ടിക്കറ്റ് ആണ് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കുക ഇവിടെ. അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഇതിന്റെ ഈ ഒരു പ്ലസ് ചിഹ്നം, ഈ ഒരു കാണുന്ന പ്ലസ് ചിഹ്നം എന്ന് പറയുന്ന അവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ആ ഒരു പ്ലസ് ചിഹ്നം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഇങ്ങനെ ഒന്ന് സൈഡ്